നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നോ, നല്ല ഹെൽത്തി ആയിട്ട് അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. മുരിങ്ങയിലയും പരിപ്പും കൂടെ കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയുടെ തോരൻ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുരിങ്ങയിലയും പരിപ്പും കൂടെ കൂടിയിട്ടുള്ള ഒരു സൂപ്പർ തോരനാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു തോരനാണല്ലോ. പരിപ്പും മുരിങ്ങയിലയും രണ്ടും ഒരുപോലെ ഗുണമുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതുപോലെ മുങ്ങിക്കിടന്നാൽ മതി. പരിപ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. സ്റ്റവ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടച്ച് ഉള്ളത് കൊണ്ട് തന്നെ മുകളിലോട്ട് ഇത് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ല. ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഒരല്പസമയം കൂടെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു 2 പിടി തേങ്ങ, ഒരു 2-3 കഷ്ണം ചെറിയ വെളുത്തുള്ളി, ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി, കുറച്ച് കാന്താരിമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും കൂടെ നമുക്ക് സാധാരണ തോരൻ അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ മുരിങ്ങയില അത് ഞാൻ നന്നായിട്ട് അതിൻ്റെ അടർത്തിയെടുത്തിട്ട് കഴുകിയിട്ട് ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് അരിയണം നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുത്താൽ മതി. അരിഞ്ഞെടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടത് കട്ട പിടിക്കാതെ കിടക്കും. നന്നായിട്ടതിങ്ങനെ വിട്ട് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അത് അരിഞ്ഞാണ് തോരൻ വയ്ക്കാറുള്ളത്. അപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. പരിപ്പ് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഓയിൽ വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. എങ്കിലും വെളിച്ചെണ്ണയാണ് ഞാൻ അധികം ചേർക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മുരിങ്ങയില അങ്ങ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മുരിങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ പാനിനാണെങ്കിൽ നല്ല കനമാണ് കേട്ടോ, നല്ല കട്ടിയുള്ള പാനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് വെന്ത് വന്നോളും. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. മുരിങ്ങയിലയും പരിപ്പും കൂടെ ഇങ്ങനെ നിങ്ങൾ തോരൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില എന്തായാലും തുറന്ന് നോക്കാം. അപ്പോൾ മുരിങ്ങയില റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യാം. പരിപ്പും മുരിങ്ങയിലയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം.
1 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും. ഒരുപാട് സമയം വെക്കേണ്ട, നമ്മുടെ മുരിങ്ങയില കരിഞ്ഞു പോകും. പിന്നെ പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, വേവ് കൂടിപ്പോവും. അതുകൊണ്ട് 1 മിനിറ്റ് തന്നെ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം. കാരണം ഈ പരിപ്പും മുരിങ്ങയിലയും അരപ്പും കൂടെ നല്ലതുപോലെ മിക്സായി വരണം. ഇപ്പം നമുക്ക് നമ്മുടെ പരിപ്പും മുരിങ്ങയിലയും ചെറിയ രീതിയിലൊന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതങ്ങ് മാറിക്കോളും. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ കട്ടയൊക്കെ വിട്ടിട്ട് നല്ല വേർവിട്ട് നല്ല പൊടി പൊടിയായിട്ട് കിടക്കും കേട്ടോ. ഒരല്പസമയം കൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. വെള്ളമൊക്കെ തോർന്ന് നല്ല ടേസ്റ്റിലുള്ളൊരു തോരനായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പെല്ലാം കറക്റ്റായിരുന്നു, ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ പാകത്തിനായിരുന്നു. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാനിന് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പരിപ്പും അടുക്കി പിടിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്വല്പം അച്ചാറും ഒരല്പം തൈരും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് വയർ നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു തോരൻ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.